കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് ഇന്ന് എല്ലാം തുടങ്ങുന്നവരുണ്ട്. വീട്, അതുപോലെ തന്നെ മക്കളുടെ വിവാഹ വിഷയങ്ങൾ, അല്ലെങ്കിൽ ചെറുകിട വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, പ്രോജക്റ്റുകൾ, പദ്ധതികൾ, അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം തുടങ്ങി വെക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് മനസ്സിന് വല്ലാത്ത ഭാരം കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പോയവരുണ്ട്. കുറ്റവരുടെ മരണം കാരണം, ഉടയവരുടെ വേർപാട് കാരണം ഹൃദയഭാരം കയറി നടക്കുന്നവരുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തൂങ്ങിയിട്ട് അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതൊന്നും ദൈവികമായ റെഫർ ചെയ്യുന്ന വിഷയങ്ങളല്ല. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ ഹിതമല്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പരാജയം കൊണ്ട് അവരനുഭവിക്കുന്ന, അവർ തന്നെ വേലിയെ കിടക്കുന്ന പാമ്പിനെടുത്ത് ഓളെ വെച്ചതല്ലേ. പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ ആ വിഷമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അവരെല്ലാം അഴിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ അവരെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ആശീർവദിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയിൽ ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ, ജോലിക്ക് പോയിട്ട് ഗതി പിടിക്കാതിരിക്കുന്നവർ, നമ്മൾ അധ്വാനിച്ച പണം കണ്ടവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് ചോദിച്ചിട്ട് പോലും കിട്ടാതെ നിരാശപ്പെട്ട് നടന്നിട്ട് അവിടുന്ന് തൊഴിൽ പോലും നഷ്ടപ്പെട്ടു, ചോദിച്ചതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ, അവരെല്ലാം ഈ സമയത്ത് പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥവർക്ക് ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? പക്ഷേ കർത്താവെ, അങ്ങനെയുള്ളവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. മനസ്സിന് കരുത്തില്ലാത്തവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നു.